അതാണല്ലോ മോഡിജി അങ്ങേക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. താങ്കൾ പരാജിതനായി തീർന്ന ഒരൊറ്റ രംഗമേ ഉള്ളൂ. അതെന്താണെന്ന് അറിയണ്ടേ? ഈ ലോകത്തിൽ ആരും വിളിച്ചു പറയാത്തൊരു കാര്യം, അത് ഞാൻ പറയാം. എല്ലാ രാജ്യങ്ങളും ചെന്ന് താൻ വലിയ മഹാനാണെന്നും തൻ്റെ രാജ്യം വലിയ രാജ്യമാണെന്നും ഒക്കെ, ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ വീമ്പിളക്കിക്കൊണ്ടിരുന്ന അങ്ങയുടെ ലോക ഗുരുജി പട്ടത്വം അതോടുകൂടെ അഴിഞ്ഞു വീണു. താങ്കളുടെ മുഖം മൂടി പൂർണ്ണമായിട്ട് തന്നെ വിച്ഛേദിക്കപ്പെട്ടു. അതിൻ്റെ സങ്കടം കൊണ്ടാണ് താങ്കൾ ഈ രാജി അഭിനയിക്കുന്നത്. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി എന്നുള്ളതാണ്. BJPയുടെ മന്ത്രിമാരുടെ മക്കൾ പോലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഈ കേരളത്തിലെ പോലെയുള്ള സ്ത്രീകൾ പോലും അല്ലല്ലോ കേരളത്തിന് വെളിയിലേക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും മറ്റും സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നുള്ള വാദവുമായിട്ടാണ് ഇപ്പോഴും അവിടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാഷ്ട്രീയ പാരമ്പര്യങ്ങളോ ഭീമമായ സാമ്പത്തിക ആയുധങ്ങളോ ഉള്ളവർക്ക് മാത്രമാണ് രാഷ്ട്രീയ അധികാരമെന്ന ധാരണയെ തകിടം മറിച്ചുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനയെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചു എന്നുള്ളത് ഏവർക്കും സ്നേഹവന്ദനം. ഇന്ത്യൻ സമൂഹത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്വാധീനം, പാറ്റകൾക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. 2026 മധ്യത്തിൽ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ കോക്രോച്ച് ജനതാ പാർട്ടി BJP എന്ന് പറയുന്ന ഈ പാർട്ടി രൂപം കൊണ്ടത് സമകാലിക ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. ഡിജിറ്റൽ ആക്ഷേപഹാസ്യത്തിൽ നിന്ന് ജനം ഏറ്റെടുക്കുകയും ആഴത്തിലുള്ള വ്യവസ്ഥാപിതപരമായിട്ടുള്ള നിരാശകളിൽ നിന്ന് ഇന്ധനം സ്വീകരിക്കുകയും ചെയ്ത ഈ പ്രസ്ഥാനം ഒരു വിവാദ കോടതി പരാമർശത്തോടെയുള്ള ഓൺലൈൻ പ്രതികരണമായി തുടങ്ങി പിന്നീട് ഈ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ യുവജന മുന്നേറ്റങ്ങളിലൊന്നായി വളർന്നു. ഇന്ത്യൻ സമൂഹത്തിൽ CJP ചെലുത്തിയ സ്വാധീനം പരമ്പരാഗത രാഷ്ട്രീയ എതിർപ്പുകൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുകയാണ്. അത് വടക്കേ അമേരിക്ക മുതൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പ്രതിഷേധങ്ങൾ, യുവജനങ്ങളുടെ സത്വം, ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വം, ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്നിവ പരസ്പരം സംഗമിക്കുന്ന രീതിയെ അടിമുടി മാറ്റിമറിച്ചു. ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാൻ അണ്ണൻ്റെ ഒരു ഫ്രേസ് കാണുകയുണ്ടായി. ഒരു വാട്സാപ്പിൽ വന്ന ഒരു ഫ്രേസ് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: എവിടെല്ലാം ഈ അഴുക്ക് ചാലുകളിൽ എങ്ങനെയാണോ വൈറസ് പടർന്നു പിടിക്കുന്നത്, അതേപോലെ തന്നെയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാഭ്യാസമില്ലാത്ത മേഖലകളിൽ പടർന്നു പന്തലിക്കുന്നത്. അവരാണ് രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ആ പാർട്ടിയുടെ പേരൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ CJP അങ്ങനെയല്ല. അതിന് വ്യത്യസ്തമായിട്ട് ഈ അവരെ അപഹസിച്ച, അവരെ കളിയാക്കിയ അതേ പദം ഉപയോഗിച്ച് തങ്ങൾ ഇതാ പറന്നുയരുന്നു, ആ കോക്രോച്ചുകളായിരിക്കുന്ന ഞങ്ങൾ അങ്ങനെ മലിനസമായിരിക്കുന്ന മേഖലകളിൽ കുടികൊള്ളുകയല്ല, ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് പറന്നെത്തുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ഒരു പാർട്ടിയായിട്ട് അവർ മാറി. അന്തസ്സ് തിരിച്ചുപിടിക്കലും സ്വയം വിമർശനത്തെ രാഷ്ട്രീയ ആയുധമാക്കലുമാണ് ഇതിനകത്ത് നമ്മുടെ കാര്യം. ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, പരമ്പരാഗതമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചർച്ചകൾ മുകളിൽ നിന്ന് താഴേക്ക് നയിക്കപ്പെടുന്ന രീതിയിലുള്ളതായിരുന്നു. ഒരു ഡിക്റ്റേറ്റർഷിപ്പ്. നമുക്കറിയാം, മോഡിജി ലോകത്തിൻ്റെ തന്നെ ഗുരുവാകാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരുന്നൊരു മഹാവ്യക്തിയാണ്. മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന മോഡിജിക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം രാജ്യത്ത് മാത്രമല്ല ലോകത്തിൽ നടപ്പാക്കണം. അതുകൊണ്ട് തന്നെ ലോകഗുരു എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവിടെ മുൻനിര നേതാക്കളാണ് ആശയവിനിമയത്തിൻ്റെ സ്വഭാവം നിശ്ചയിച്ചിരുന്നത്. എന്ത് പറയണം, എന്തൊക്കെ ആളുകൾ ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. അവർ മാത്രമല്ല, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ ഞാൻ പറയുന്നത്. അപ്പോൾ തൊഴിലില്ലാത്ത ബിരുദധാരികളും അതേപോലെ തന്നെ യുവാക്കളും അവരെ അറിയാതെ തന്നെ പരാന്നഭോജികൾ അല്ലെങ്കിൽ പാറ്റകൾ എന്നൊക്കെയുള്ള അവരെ അപമാനകരമായിട്ടുള്ള വിശേഷണങ്ങൾ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ അവരെ വിശേഷിച്ചപ്പോൾ അതിനുള്ള ഒരു പ്രതികരണമായിട്ട്, അതേപോലെ തന്നെ പ്രതിരോധപരമായിട്ടുള്ള രോക്ഷമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള അന്യവൽക്കരണമായിട്ടൊക്കെ ആയിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ ആളുകൾ ഈ രാഷ്ട്രീയ രീതിയെ തകിടം മറിച്ച് കളഞ്ഞു. എങ്ങനെ? സാമ്പ്രദായ രാഷ്ട്രത്തിൻ്റെ പാറ്റ എന്ന പേര് സ്വയം അവർ ഏറ്റെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റയെ സമൂഹം വെറുക്കുന്നതാണ്, ഭയപ്പെടുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ പാറ്റ വരികയാണെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ചാകാത്ത ഒരു ജീവിയാണെന്നൊക്കെയാണ് പൊതുവെ അതിനെക്കുറിച്ച് പറയാറുള്ളത്. അതായത് ഈ പ്രതിരോധ ശേഷിയും അതിജീവനും ഒരിക്കലും നശിച്ചു പോകാത്ത അവസ്ഥയും സൂചിപ്പിക്കുന്ന ആ പ്രയോഗത്തിലൂടെ തങ്ങളെ ചെറുതാക്കി കാണിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ശക്തിയെ ഈ പ്രസ്ഥാനം അപ്പാടെ തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇന്ത്യൻ യുവജനങ്ങളുടെ സംസ്കാരത്തിൽ ഈ ഒരു മനഃശാസ്ത്രപരമായ മാറ്റം വലിയ സ്വാധീനമുണ്ടാക്കി.
ഞാൻ അതിശയിച്ചു പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ജൻസികൾ, ഈ തലമുറയിലുള്ള പൂക്കികൾ ഇത്ര പെട്ടെന്ന് തന്നെ ഒരു ആശയത്തെ കയറി പിടിക്കാൻ ഇടയായിത്തീർന്നത്. കാരണം അവരുടെ തലച്ചോറ് മുഴുവനും ആ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ AI പോലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കൂടെ നമ്മളെ മീഡിയകളിൽ കൂടെ ഒക്കെ അവരുടെ തലച്ചോറിനെ പാകപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച ആളുകളെ പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചു. അതിന് വിഘാതമായിട്ടൊക്കെ കുറച്ച് ചെറുപ്പക്കാർ, ഈ സാമ്പ്രദായ പാർട്ടികളിലുള്ള പ്രത്യേകിച്ച് BJP സംഘപരിവാറിനുടെ ആളുകളൊക്കെ അതിനെതിരെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും എറിച്ചില്ല, അതൊന്നും അങ്ങോട്ട് പ്രയോജനകരമായി തോന്നിയില്ല. കാരണം അവർക്ക് ഇവരുടെ ഭാഷ അറിഞ്ഞുകൂടാ. ഈ ജനതയുടെ ഇവിടുത്തെ സാധാരണ ചെറുപ്പക്കാരുടെ ഭാഷ അറിയാത്തവരായിട്ട് ഈ പണരാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സാമ്പ്രദായ രാഷ്ട്രീയക്കാരും മാറി എന്നുള്ളതാണ് ഏറ്റവും ഭയക്കേണ്ടുന്ന ഒരു കാര്യം. അതിൻ്റെ അർത്ഥം നിങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് അന്യപ്പെട്ടിരിക്കുന്നു. സമൂഹത്തെ, രാഷ്ട്രത്തെ നിങ്ങൾ അന്യവൽക്കരിച്ചിരിക്കുന്നു. നിങ്ങൾ വേറൊരു സെക്ടേറിയനായിട്ട് മാറിയിരിക്കുന്നു. ഞാനിത് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ ജൻസികളുടെ സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ രാജ്യത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ ഭരണം അറ്റർലി ഫെയിലിയർ ആണെന്ന് വളരെ കൃത്യമായിട്ട് ഈ ചെറുപ്പക്കാർ തെളിയിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇനിയും അള്ളിപ്പിടിച്ചിരിക്കുന്നതെന്ന് ഈ ചെറുപ്പക്കാർ ചോദിക്കുന്നത് ഒരിക്കലൂടെ അവരുടെ വായിൽ കൂടെ ഞാനും ചോദിക്കാൻ ആഗ്രഹിക്കുക. നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പോകണമെന്ന് ആ ചെറുപ്പക്കാർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം നിഷ്ക്രിയതയുടെ ഒരു തിരോധാനം കൂടെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. തൊഴിലില്ലായ്മയെക്കുറിച്ചും സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുമുള്ള വ്യക്തിപരമായ ആശങ്കകളെ ഇതൊരു കൂട്ടായ്മയായി പൊതുസ്വത്വമാക്കി മാറ്റിയെടുത്തു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഈ ചെറുപ്പക്കാരുടെ ഭാവി തുലയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് അവർക്ക് പൂർണ്ണ ബോധ്യമായി. മോഡിജി, അവർക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് അവർ നിങ്ങളെ മടുത്തത്. അതുകൊണ്ടാണ് നിങ്ങളെടുത്ത സെൽഫിയെ അങ്കിൾ സെൽഫി എന്നവർ വിളിച്ച് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് നിങ്ങളെ മടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രാഷ്ട്രീയ ആയുധം എന്ന നിലയിലുള്ള ചില മീമുകൾ, ചില തമാശകൾ നമുക്കൊന്ന് നോക്കാം. ഇൻ്റർനെറ്റ് ഹാസ്യവും AI നിർമ്മിത ചിത്രങ്ങളും ഇരുതല മൂർച്ചയുള്ള ആക്ഷേപഹാസ്യവും വഴി ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനകളെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കാമെന്നും അതുവഴി രാഷ്ട്രീയ ഇടപെടലുകൾ ഈ തലമുറയ്ക്ക് എളുപ്പമുള്ളതാക്കി മാറ്റാമെന്നും ഇവരുടെ പ്രവർത്തനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട് യഥാർത്ഥ ജീവിത പ്രതിസന്ധികൾ ഉയർത്തി കാണിക്കുകയായിരുന്നു അവർ ഈ പ്രസ്ഥാനത്തിലൂടെ കാണിച്ചത്. വിദ്യാഭ്യാസവും തൊഴിലും. ഈ പ്രസ്ഥാനം ഹാസ്യരൂപേണയാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും അതിൻ്റെ പിന്നിലെ ചാലകശക്തി കൈപ്പേറിയ സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്? നിങ്ങൾ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഏത് വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭരിക്കുന്നത്? നിങ്ങൾക്ക് ഒന്ന് തുറന്ന് സംസാരിക്കാമോ? തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കാരണം കഴിഞ്ഞ 12 വർഷമായിട്ട് നിങ്ങൾ മീഡിയയെ അഭിമുഖീകരിച്ചിട്ടില്ല എന്ന് എല്ലാ മീഡിയകളും വളരെ കൃത്യമായിട്ട് പറയുന്നു. ഈവൻ നിങ്ങളുടെ മീഡിയ പോലും, ഗോദി മീഡിയ എന്ന് പറയുന്ന ആ മീഡിയയിൽ പോലും നിങ്ങൾക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ ഉപജാപ വൃന്ദങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കോ ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വയ്ക്കോ വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഈ ചെറുപ്പക്കാർ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് ആശയവിനിമയം നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പരിരക്ഷാ സംവിധാനങ്ങളിലെ ആഴത്തിലുള്ള പോരായ്മകൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പരീക്ഷാ പേപ്പറുകൾ ചോർച്ചകളും നമുക്കറിയാമല്ലോ, നീറ്റ്, UGC വിവാദങ്ങളൊക്കെ. അതിനെ തുടർന്ന് ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും വ്യവസ്ഥാപരമായിട്ടുള്ള ഭരണപരാജയങ്ങളെ ദേശീയ ശ്രദ്ധയിലേക്ക് മാത്രമല്ല ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അതാണല്ലോ മോഡിജി അങ്ങേക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. താങ്കൾ പരാജിതനായി തീർന്ന ഒരൊറ്റ രംഗമേ ഉള്ളൂ. അതെന്താണെന്ന് അറിയണ്ടേ? ഈ ലോകത്തിൽ ആരും വിളിച്ചു പറയാത്തൊരു കാര്യം അത് ഞാൻ പറയാം. കാരണം ഈ CJPയുടെ സമരത്തെക്കുറിച്ച് ഇന്റർനാഷണൽ മീഡിയകളിൽ വളരെ കൃത്യമായിട്ടുള്ള വിശേഷണങ്ങൾ വന്നു. അവർ വളരെ കൃത്യമായിട്ട് അത് പ്രചരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് CJP ജന്തർ മന്ദറിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മോഡിജിക്കെതിരെ സമരം ചെയ്യാൻ ഒരുപാട് ഇന്ത്യക്കാർ ഒത്തുചേർന്നു എന്നുള്ളതാണ് രസാവഹമായ കാര്യം. എല്ലാ രാജ്യങ്ങളിലും ചെന്ന് താൻ വലിയ മഹാനാണെന്നും തൻ്റെ രാജ്യം വലിയ രാജ്യമാണെന്നും ഒക്കെ ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ വീമ്പിളക്കിക്കൊണ്ടിരുന്ന അങ്ങയുടെ ലോക ഗുരുജി പട്ടത്വം അതോടുകൂടെ അഴിഞ്ഞു വീണു. താങ്കളുടെ മുഖം മൂടി പൂർണ്ണമായിട്ട് തന്നെ വിച്ഛേദിക്കപ്പെട്ടു. അതിൻ്റെ സങ്കടം കൊണ്ടാണ് താങ്കൾ ഈ രാജി അഭിനയിക്കുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? പക്ഷെ അതാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനത് പറയുന്നു, കാരണം എനിക്കത് ബോധ്യമായി. പല സ്ഥലങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് പല സ്നേഹിതർ ഈ കാര്യത്തെക്കുറിച്ച് എഴുതുകയുണ്ടായി. അവർ പറഞ്ഞു, മോഡിജി അധികം താമസിക്കാതെ അദ്ദേഹത്തിൻ്റെ മുഖം മൂടി വലിച്ചെറിഞ്ഞതിൻ്റെ ഖേദത്തിലായിരിക്കുമെന്നുള്ളത്. അത് സംഭവിച്ചല്ലോ. അപ്പോൾ വ്യവസ്ഥാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉറപ്പിക്കാൻ തക്കവണ്ണം CJP പിന്തുണച്ച പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ച കടുത്ത സമ്മർദ്ദം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉൾപ്പെടെയുള്ള ഉന്നത രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായത് അങ്ങയുടെ മൂടുപടം അഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അങ്ങയുടെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ യുവജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് മുൻഗണന നൽകുക എന്നുള്ളത് അങ്ങേക്ക് അറിയാത്തൊരു വസ്തുതയായിരുന്നു. വർഷങ്ങളായി രാഷ്ട്രീയ പ്രകടന പത്രികകൾ കൂടുതലും കാർഷിക മേഖലകളെയോ പരമ്പരാഗത വോട്ട് ബാങ്കുകളെയോ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. അത് വെറും പ്രകടന പത്രികകളിൽ മാത്രം. എന്നാൽ ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ സാമാന്യ ഗ്രാമവാസികളുടെ അവസ്ഥകൾ എന്താണ്? അതൊക്കെ ഒന്ന് നേരിട്ട് സംവദിക്കുമ്പോൾ, നേരിട്ട് അവരുമായിട്ട് ഇടപെടുന്നവർക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാകുകയില്ല. കാരണം നിങ്ങളൊക്കെ ഞങ്ങൾ തരുന്ന ടാക്സ് കൊണ്ട്, നികുതി കൊണ്ട് ലോകം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താഴേക്കിറങ്ങാൻ നേരമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ നഗരങ്ങളിലെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ സുതാര്യത, വ്യവസ്ഥാപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നിവയെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ സമീപിക്കണമെന്ന് ഗൗരവമായിട്ട് പുനർവിചിന്തനം ചെയ്യാൻ CJP നിർബന്ധിതമാക്കി എന്നുള്ളത് മറന്നു പോകരുത്. മൂന്നാമതായിട്ട് പ്രതിഷേധങ്ങളുടെ ശൈലിയും ഭാഷയും മാറ്റിയെഴുതുകയായിരുന്നു CJP. ഇന്ത്യയിലെ സാമൂഹിക പ്രക്ഷോഭങ്ങളുടെ രീതികളെ CJP ആധുനികവൽക്കരിച്ചു. ചരിത്രപരമായി ഇന്ത്യൻ ജനകീയ പ്രക്ഷോഭങ്ങൾ പരമ്പരാഗത തൊഴിലാളി യൂണിയൻ ഘടനകളെയോ അതേപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളെയോ അല്ലെങ്കിൽ ദീർഘകാലത്തെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളെയോ ആണ് ആശ്രയിച്ചിരുന്നത്. അതും നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ പാർട്ടിക്കാരെ നിങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാം തന്നെ അടുത്ത സമയത്ത് നിങ്ങളുടെ തന്നെ ഒരു വ്യക്തി പറഞ്ഞതാണ്, കോടികൾ മുടക്കിയിട്ടാണ്. കോടികൾ, കൊടിക്കും വടിക്കും പോലും കാശ് വാങ്ങിയിട്ടാണ് അത് പിടിക്കുന്നതും അത് കൊണ്ട് നടക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ CJP ഒരു പുതിയ മാതൃകയാണ് കാണിച്ചു തന്നത്. നിങ്ങൾ അവരെ ഒരുപാട് അവഗണിച്ചല്ലോ. അവർക്ക് അവിടുന്ന് ഫണ്ട് വരുന്നു, ഇവിടുന്ന് ഇന്ന ആളുകളൊക്കെ പൈസ കൊടുത്തിട്ടാണെന്ന്. അതൊക്കെ നിങ്ങളുടെ കേടായിട്ടേ ലോകം വിലയിരുത്തുള്ളൂ. കാരണം എവിടുന്നൊക്കെ ഫണ്ട് വരുന്നു എന്നുള്ളതും ആരൊക്കെ കൊടുക്കുന്നു എന്നുള്ളതും അതെന്താണെന്നുള്ളതും അറിയാനുള്ള വ്യവസ്ഥ ഇവിടെ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ പോകുന്നത് നിങ്ങളുടെ കഴിവുകേടെന്ന് മാത്രമേ ആളുകൾ വിലയിരുത്തുള്ളൂ. ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ ഈ പറഞ്ഞൊന്നും എറിച്ചില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പ്രദായിക പരിപാടികൾ ഇവരുടെ മേൽ ആരോപിച്ചത് അത് വിലപ്പോയില്ല. കാരണം ആരും തന്നെ പൈസ വാങ്ങിയിട്ടല്ല, മറിച്ച് അവരുടെ വികേന്ദ്രീകൃതമായ കൂട്ടായ്മകൾ, പരമ്പരാഗതമായ കർശനമായ ഘടനകളില്ലാതെ പ്രവർത്തിച്ച ഈ പ്രസ്ഥാനം ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പണം കൊടുത്തിട്ടൊന്നും അല്ലല്ലോ കൊണ്ടുവന്ന്, അവരെല്ലാം സ്വമേധയായി വന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ രാഷ്ട്രീയം അമ്പേ പരാജയമാണ്. നിങ്ങൾക്ക് ലഭിച്ച 35% വോട്ടുണ്ടല്ലോ, ബാക്കി 65% നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പാർട്ടിക്കാരും മറ്റു ജനങ്ങളും പൊതുജനങ്ങളും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവർ മാത്രമല്ല, BJPയുടെ മന്ത്രിമാരുടെ മക്കൾ പോലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ആസാമിലെ സമരത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ മന്ത്രിയുടെ മകളടക്കം ഈ CJPക്ക് വേണ്ടി ജയ് വിളിക്കാനും അവർക്ക് ആസാദി, സ്വാതന്ത്ര്യം വേണമെന്ന് യാതൊരു മടിയും കൂടാതെ തെരുവിൽ ഒരുമിച്ച് പ്രഖ്യാപിക്കുവാനും ഇടയായിത്തീർന്ന വാർത്ത നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ രാജ്യത്ത് ഇപ്പോഴും എത്തിയിട്ടില്ല. നിങ്ങൾ വേറെ ഏതോ ലോകത്തിലാണ്. നിങ്ങളെ അത് ഭയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭയമാണ് നിങ്ങളെ ആ മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കാൻ ഇടയാക്കിയത്.
അപ്പം ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിലെ ഇതിൻ്റെ അതിവേഗ വളർച്ച സ്ഥാപിത രാഷ്ട്രീയ സംവിധാനങ്ങളെ പോലും മറികടക്കുന്നതായിരുന്നു എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഭൗതിക ലോകങ്ങളുടെ സംയോജനം വെറും ഓൺലൈൻ പ്രവണതകളിൽ അഥവാ സ്ലാക്ടിവിസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഡിജിറ്റൽ മുന്നേറ്റങ്ങളെ തെരുവുകളിലെ യഥാർത്ഥ ഐക്യദാർഢ്യമാക്കി മാറ്റാൻ CJPക്ക് കഴിഞ്ഞു. മാർച്ചുകളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നിലനിൽപ്പിനായുള്ള വലിയ വിദ്യാർത്ഥി പ്രകടനങ്ങളും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനിടയായി. നാലാമതായിട്ട് ഇതിനെ ഞാൻ വിശകലനം ചെയ്യുന്നത് വ്യവസ്ഥാപരമായിട്ടുള്ള സമഗ്രതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകളിലേക്കുള്ള മാറ്റമാണ്. ഉടൻ പരിഹരിക്കപ്പെടേണ്ടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ഡെമോക്രാറ്റിക് ആരോഗ്യത്തിൻ്റെ ഹൃദയഭാഗത്തെ സ്പർശിക്കുന്നതായിരുന്നു CJPയുടെ 5 ദൗത്യങ്ങൾ, 5 പോയിന്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. വിരമിച്ച ജഡ്ജിമാർക്ക് രാജ്യസഭ പോലെയുള്ള ഉയർന്ന രാഷ്ട്രീയ പദവികൾ നൽകുന്നതും ജുഡീഷ്യറിയും തമ്മിൽ കർശനമായ അതിരുകൾ വേണമെന്ന അവരുടെ ആവശ്യം. അത് വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായ വിധികൾ പ്രസ്താവിക്കുന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവർ വിരമിച്ചാലും അവർക്ക് പുതിയ സമ്പ്രദായത്തിലേക്ക്, അവരെ പുതിയ സ്ഥലത്തിലേക്ക് കൊണ്ടെത്തിക്കുക. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ്. ഇവിടെ വേറെ ആരുമില്ലേ രാജ്യസഭയിലേക്കൊക്കെ പോകാൻ? ഈ കളവന്മാര്, വിരമിച്ച കളവന്മാര് ഇത്ര കോടി രൂപ കൈപ്പറ്റുന്ന ഇവർ തന്നെ വേണോ പിന്നെയും അവിടേക്ക് പോകാൻ എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരുടെ ചോദ്യം. അപ്പം തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കണമെന്നുള്ളതാണ് മറ്റൊരു അവരുടെ ആവശ്യം. കാരണം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഞാനൊരു ചെറിയ ആക്ഷേപം അവരുന്നയിച്ചത് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് അവിടുത്തെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം വന്നു. ശരിക്കും അതുവരെ ആ പ്രഖ്യാപനം, ഇലക്ഷന്റെ പ്രഖ്യാപനം വരുന്നിടം വരെയും അവർക്കത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെ അത് കൊടുക്കാൻ കഴിയാതെ ആ സമയത്തേക്ക് ആ കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? വോട്ടിന് വേണ്ടി പണം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി വോട്ടെന്നുള്ളതല്ലേ? ഇങ്ങനെയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത നഷ്ടപ്പെടുത്തുന്ന പ്രക്രിയകളെ അവസാനിപ്പിക്കണമെന്നാണ് ഈ ചെറുപ്പക്കാർ പറയുന്നത്. മൂന്നാമതായിട്ട് സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന വാദം. കാരണം സ്ത്രീകൾ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക അവരുടെ ഈ കേരളത്തിലെ പോലെയുള്ള സ്ത്രീകൾ പോലും അല്ലല്ലോ കേരളത്തിന് വെളിയിലേക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും മറ്റും സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നുള്ള വാദവുമായിട്ടാണ് ഇപ്പോഴും അവിടെ. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോലും അവർക്ക് പുരോഗമനപരമായിട്ടുള്ള ചിന്താശക്തി ഉണ്ടാകണമെങ്കിൽ അവരെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിച്ചത്. അതേപോലെ സങ്കീർണമായ പൗരബോധമുള്ള വിമർശനങ്ങളെ സാധാരണക്കാരുടെ സംഭാഷണങ്ങളിലേക്ക് ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടുതൽ രാഷ്ട്രീയ അവബോധവും വിമർശനാത്മക ചിന്തയുമുള്ള ഒരു പൗരസമൂഹത്തെ വാർത്തെടുക്കാൻ ഇത് സഹായിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാഷ്ട്രീയ പാരമ്പര്യങ്ങളോ ഭീമമായ സാമ്പത്തിക ആയുധങ്ങളോ ഉള്ളവർക്ക് മാത്രമാണ് രാഷ്ട്രീയ അധികാരമെന്ന ധാരണയെ തകിടം മറിച്ചുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനയെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചു എന്നുള്ളത് അവർക്ക് നമ്മളെല്ലാവരും ഒരു പ്രണാമം അർപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന കാര്യമാണ്. തങ്ങളെ ചെറുതാക്കി കാണിക്കാൻ ഉപയോഗിച്ച ഒരു അധിക്ഷേപ പദത്തെ കൂട്ടായ അഭിമാനത്തിൻ്റെ അടയാളമാക്കി മാറ്റിക്കൊണ്ട് തങ്ങളെ കുഴിച്ചു മൂടിയാലും തങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ ഫീനിക്സ് പക്ഷിയെ പോലെ തങ്ങൾ ചാമ്പൽ കളത്തിൽ നിന്ന് പോലും ഉയർത്തെഴുന്നേൽക്കും, പറന്നുയരും എന്നുള്ള ആ ഒരു ഉത്ബോധത്തോടു കൂടിയാണ്, ഉൾവിളിയോടുകൂടിയാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ പ്രസ്ഥാനങ്ങൾക്ക് അടിയുറച്ച സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനുള്ള കഴിവും ബുദ്ധിയും ധാർമ്മിക വ്യക്തതയും ഉണ്ടെന്ന് ഇന്ത്യയിലെ യുവജനങ്ങൾ നമുക്ക് തെളിയിച്ചു കാണിച്ചിരിക്കുകയാണ്. CJPയുടെ ഘടന അതേപടി നിലനിൽക്കട്ടെ, അല്ലെങ്കിൽ മറ്റ് പൗരസമൂഹ രൂപങ്ങളിലേക്ക് അത് പരിണമിക്കട്ടെ. അതിൻ്റെ പാരമ്പര്യം വ്യക്തമാണ്. തങ്ങളെ നിശബ്ദരാക്കാനോ പാർശ്വവൽക്കരിക്കാനോ കഴിയില്ലെന്ന് പ്രതിരോധ ശേഷിയുള്ള ഡിജിറ്റലായി ശാക്തീകരിക്കപ്പെട്ട ഒരു തലമുറ ഇന്ത്യൻ അധികാര കേന്ദ്രങ്ങളെ ഈ പ്രസ്ഥാനം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ലെങ്കിൽ മോഡിജി, അങ്ങയെയും അങ്ങയുടെ പ്രസ്ഥാനത്തെയും തകിടം മറിക്കുവാൻ ഈ യുവജനയ്ക്ക് കഴിയുമെന്നുള്ള ആ വലിയ ഓർമ്മപ്പെടുത്തലോടുകൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.